ബാക്കി നാളെ അവിടെ കേൾക്കാം. ഇതിന്റെ സന്തോഷമുണ്ടെങ്കിലും കുവൈറ്റിൽ ആ ഒരു ദുരന്തം നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ സാമൂഹിക പ്രതിബദ്ധതയുള്ള കലാകാരന്മാർ എന്നുള്ള നിലയിൽ ഈ ഒരു വേദിയിൽ അവർക്കുള്ള ഒരു ഓർമ്മ, അതിനോടൊപ്പം എല്ലാ പ്രവാസികൾക്കും കൂടി വേണ്ടിയുള്ള ഒരു സമർപ്പണമായിട്ടുള്ള ഒരു മനോഹരമായ ഗാനത്തോടു കൂടി നമ്മൾ ഈ വേദി ഒരു ദുവ ചെയ്തുകൊണ്ട് നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് അറിയാം? അല്ലാതെ ഗിസൈസിൻ്റെ ഒക്കെ അടുത്താണ്, ഹോട്ടലിലാണ്. നമ്മൾ പ്രോഗ്രാമിന് പോകാനുള്ള ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ നാളെ 2 ഇവിടുത്തെ UAE സ്റ്റാർസിനെ കൈ കിട്ടിയിട്ടുണ്ട്. അപ്പം ഒന്ന് പരിചയമാണ്. അപ്പോൾ ഓക്കെ, ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഷെഫീൽ കണ്ണൂർ, അതോ വണ്ട് സമത് കടമേ. ഈദ് മുബാറക് എല്ലാവർക്കും. ആദ്യം നന്നായിട്ട് അല്ലേ നമ്മളെ വിളിച്ച് ഇവിടെ ഉദ്ദേശം നന്നായിട്ട് ആങ്കറിങ് ചെയ്യും. നടക്കുന്ന ഒരുപാട് ഷോ ചെയ്തിട്ട് വന്ന ആളാണ്. പക്വ ട്രാവൽസിലാണ് ജോലി ചെയ്യുന്നത്. ജോലിക്കിടയിലും ഇതൊക്കെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. നല്ലൊരു മോട്ടിവേഷൻ സ്പീക്കർ കൂടിയാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ പറയാം. ഇത് വീഡിയോക്ക് മുമ്പ് പറയാൻ വേണ്ടി പറഞ്ഞല്ലോ. അപ്പോൾ ഞാനിന്ന് സമത് ഖാന്റെ പ്രോഗ്രാമിന് വന്നതാണ്. സമത് ഖാൻ, നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിൽ ആരൊക്കെയാണ് ഗസ്റ്റ് ഉള്ളത്? ഇന്നത്തെ പ്രോഗ്രാമിൽ നമുക്ക് ജാസി ഗിഫ്റ്റ്, അതെ, പിന്നെ അതേപോലെ സജിനി, ഷമീർ ചാവക്കാട്, റിയാസ് കരിയാട്, അടിപൊളി, പിന്നെ വിജി, ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ചിട്ട് ഷെഫീൽ കണ്ണൂർ നടത്തുന്ന പരിപാടിയുണ്ട്. അതിലത്ത് ആസിഫ് കാപ്പാട്, സജില സലീം, റിജിയ, അമൃത, റാഷി, അങ്ങനെ ഒരു ടീമാണ്. ഇവിടെ ഇല്ലാത്ത ഒരാളുടെ പേര് മെൻഷൻ ചെയ്യണം. ആരെയാണ്? അത് ഷാജയുടെയാണ്. ഈ 2 പേരിലേക്ക് എന്നെ ജോയിൻ ചെയ്തത് എൻ്റെ പ്രിയപ്പെട്ട ഷാജി. അപ്പോൾ ഷാജിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് കേട്ടോ. എന്റെ നായകൻ നമ്മുടെ UAE എത്തിയിട്ടുണ്ട്. എന്റെ നമ്മുടെ ഇക്കാക്കാന്റെ കല്യാണത്തിന് ഇനിയെന്നും അതിലെ നമ്മുടെ മണവാട്ടി പെണ്ണാണ്. പിന്നെ അത് നമ്മുടെ തൻസീർ കൂത്തുറമ്പ് ചെയ്ത കുഞ്ഞുമംഗള കല്യാണം. പക്ഷെ ആ പാട്ട് ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാട്ടുകളായിക്കോട്ടെ, താരാട്ട് എല്ലാത്തിനും പാരഡേറ്റ് ഒരു പാട്ട് കൂടിയിട്ടാണ് ഇക്കാക്കാന്റെ കല്യാണം. എന്തായാലും പെട്ടെന്ന് ഇങ്ങനെ കണ്ട് മുട്ടിയതിന് വളരെ വളരെ സന്തോഷം. നല്ല സുഖമായിരിക്കുന്നു. മക്കളെല്ലാം പിള്ളേര് അവരൊക്കെ കഴിഞ്ഞ തൻസീറിന്റെ ആൽബത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് നിന്നെ കണ്ടില്ല, അതിന്റെ ഒരു പ്രശ്നം എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താണ് പ്രശ്നം? ഞാൻ UAE-ലാണ്, അതുകൊണ്ടാണ് ഒരു 1 year ആയി ഞാൻ ഇവിടെ. ഷോയിലും നമ്മുടെ നോവലിസ്റ്റ് കൂടിയാണ്. ചേട്ടന്റെ ഹസ്ബൻഡാണ്. ഞാനിവിടെ 1 year ആയി. എന്റെ ഒറിജിനൽ ഭർത്താവും റീലിലെ ഭർത്താവും. ഞങ്ങളുടെ ഷോയുടെ ഹൈലൈറ്റ് ജാസി ചേട്ടനാണ് കേട്ടോ. ഞങ്ങൾ ഇനി ഷാർജയിൽ നിന്ന് അല്ലയിലേക്ക് പോവാണ്. ബസ്സിലാണ് പോണത്. എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ട്. അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ലിസ്റ്റൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പാട്ടും പ്രാക്ടീസും ഒക്കെ ഓൺ ദി വേ നടക്കുന്നുണ്ട്. മാടി വിളിച്ചാൽ കൂട്ടിനു വരുമോ നീ? ഹായ് ഫ്രണ്ട്സ്, നമ്മൾ അല്ലയിൽ പെരുന്നാൾ നിലാവിന്റെ പ്രോഗ്രാമിന് വേണ്ടി പോവാണ്. അപ്പൊ നമ്മുടെ സലാം ഖാന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അതാ നമ്മുടെ സലാം ഖാൻ ബ്ലൂബെറിയും നല്ല മാങ്ങയും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള മാങ്ങയും കാരക്കും ഒക്കെ തന്നിട്ട് ഞങ്ങളെ സന്തോഷിപ്പിച്ച് പറഞ്ഞയച്ചിരിക്കുകയാണ്. സമത് ഖാനൊക്കെ എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രോഗ്രാമിന്റെ ഷോ ഡയറക്ടറാണ്. ഹിയർ വി ഹാവ് മറ്റൊരു കലാകാരൻ, നമ്മുടെ പ്രിയങ്കരനായ സജീർ ഭായ്. മലയാളികൾ എവിടെ ഉണ്ടോ അവിടെയൊക്കെ 2000 മുതൽ തന്നെ കുറേ പാട്ടുകളിലൂടെ നമ്മുടെ മനസ്സിലൊരു കസേര വലിച്ചിട്ടുള്ള ആളാണ് ജാസി സർ. ജാസി സാറാണ് ഇന്നത്തെ ഷോന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സാറിന്റെ ലജ്ജാവതി അടക്കമുള്ള പാട്ടുകളൊക്കെ ഇന്ന് കേൾക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഹിയർ വി ഹാവ് നമ്മുടെ സജിലത്തയുടെ സ്വന്തം ഇക്ക. ആൻഡ് ആർക്കെ ഇവിടെയുണ്ട്, ഷമീർ ചാവക്കാട് ഇവിടെയുണ്ട്, സജിലത്ത ഉണ്ട്. ഇവർക്കൊന്നും ഒരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. വി ആർ ഓൺ ദ വേ ടു അല്ലി. പിന്നെ ഞങ്ങൾ ഇവിടെ റോക്ക് ചെയ്യാൻ പോവാണ് അല്ലേ? യെസ്, പ്ലേ ബൈ.